ഹലോ ഗൈസ്, ഞാൻ സൂപ്പർ സിമി എന്ന ചാനലിലെയാണ്. അപ്പം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളും കൂടി സബ്സ്ക്രൈബ് ചെയ്ത എനിക്ക് അത്രയും സബ്സ്ക്രൈബേഴ്സിനെ കൂടും. നിങ്ങൾക്ക് ഞാനിരുന്ന വീഡിയോസ് വേഗം കിട്ടും. അപ്പം അതനുസരിച്ച് എനിക്ക് വ്യൂസും കൂടുന്നതാണ് കേട്ടോ. അപ്പം എല്ലാവരും എൻ്റെ ചാനൽ സൂപ്പർ സിമി സബ്സ്ക്രൈബ് ചെയ്ത് കാണണം. ഓക്കെ. അപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേറൊരു വെറൈറ്റി ഇത് കിട്ടി, എനിക്ക് ഒരു പൊന്മാൻ്റെ. അപ്പം മായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പം എനിക്ക് നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും വളരെ നന്ദിയുണ്ട്. അപ്പം വായു, നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം. കണ്ടു ഗൈസ്, ഇതിൻ്റെ അകത്ത് എൻ്റെ ഗപ്പിയുടെ ടാങ്കാണ്, ഗപ്പി കുഞ്ഞുങ്ങൾ കിടക്കുന്ന ടാങ്കാണ്. ഇതിൽ ഒരു കൊക്ക് വന്ന് ഈ നെറ്റിൻ്റെ അകത്ത് മീൻ പിടിക്കാൻ കയറിയതാവണം. അവൻ ഇതിൽ വന്ന് പെട്ടിട്ട് നെറ്റിൻ്റെ അകത്ത് കുടുങ്ങിയിരിക്കണ കണ്ടോ. അവൻ ഇതിൽ പെട്ടുപോയി. നമുക്കതിനെ തുറന്ന് വിടാം. കുറേ നേരമായി തോന്നണത് അങ്ങനെ വിഷമിച്ചിരിക്കണത് കണ്ടോ. ഞാൻ ക്യാമറയുടെ സ്റ്റാൻഡൊക്കെ ശരിയാക്കുന്നുണ്ട്. അപ്പോൾ അവൻ തല പൊക്കി നോക്കുന്നുണ്ട്. തല ഇങ്ങനെ താത്തി അത് വിഷമിച്ചിരിക്കണായിരുന്നു. അവിടെ തന്നെ അതേ നിങ്ങൾ നിൽക്കണ നേരെ തുറന്നു വിട്ടാൽ മതി. കൊത്തുവാന്ന് പറഞ്ഞോളൂ. കൊത്തൂലായിരിക്കും. കൊക്ക് മീനല്ലേ, കണ്ണീട്ട് കൊത്തോ. മുമ്പിൽ തന്നെ നിൽക്കല്ലേ, ഏതെങ്കിലും സൈഡിൽ നിൽക്കുക. അല്ലെങ്കിൽ അത് അങ്ങോട്ടും നേരെ അങ്ങോട്ടല്ലേ പറക്കോളൂ. ഗ്യാപ്പ് കിട്ടണിടത്തോട്ടല്ലേ പറക്കോളൂ. അങ്ങനെ തുറക്കുമ്പോൾ അത് നിങ്ങളുടെ നേരെ വരില്ലേ. കൊക്കാണത്. അതിന് കയറി പോകാൻ പറ്റാൻ അങ്ങനെ വന്നിണ്ടാവും. അത് ഇതിൻ്റെ ഇടയിൽ എങ്ങനെയോ നുളച്ച് അങ്ങോട്ട് കയറണ പോലെ ഇങ്ങോട്ട് കയറേ അവന് ഇപ്പുറത്തോട്ട് പോകുന്നു. അത് തുറന്നു കൊടുക്കാതെ വേണ്ട. അങ്ങനെ അത് നനഞ്ഞിട്ടേ ആ തൂവലിൻ്റെ ഇതൊക്കെ ഞാനെവിടെ എടുക്കണത്. തൂവലിൻ്റെ ഇപ്പം താറാവാണെങ്കിലും കുറേ നേരം വെള്ളത്തിൽ കിടന്നു കഴിഞ്ഞാൽ എൻ്റെ തൂവൽ ഇതാവും. അതുപോലെ അതിൻ്റെ ആ വശങ്ങൾ തുറന്നു വെക്കുക. അത് അങ്ങനെ പറന്ന് പൊക്കോളും. നമ്മൾ പിടിക്കാൻ നിന്നാൽ അത് പൊക്കോട്ടെ. അത് അത്രയും കഷ്ടപ്പെട്ടത്. അനുസരണ ഉണ്ടല്ലോ. ഈ കല്ല് ഇങ്ങോട്ട് നീക്കി കൊടുക്കും. കല്ല് നീക്കി ഈ കല്ലിൻ്റെ ഇത് ആ കല്ല് മാറ്റിയ ആ ആ ആ വിട്ടോ അവിടെ വെച്ചോ. അപ്പോൾ അത് പറന്ന് പൊക്കോളൂ. അതുമേ തന്നെ വെച്ചോ. പറക്കാനായിട്ടുള്ള ശേഷി കുറഞ്ഞു തോന്നണം അതിന്. കുറേ നേരം വെള്ളത്തിൽ കിടന്നിട്ടേ അതിന് നമ്മുടെ ഗപ്പിയൊക്കെ തീർത്തോ ആവോ. ഞാൻ നെറ്റ് ആ അവൻ ഭയങ്കര പരിചയം. ഇവിടുന്ന് പോകാൻ തോന്നണല്ലേ. ഇനി മീമി തിന്നുണ്ട് കേട്ടോ. മതി, അത്രയും മീമി തിന്നാൽ മതി. ഞങ്ങൾക്ക് കണ്ടോ അവൻ്റെ കാലൊക്കെ പച്ച നിറം, കാലും ചുണ്ടും. കാലിൻ്റെയും ഇതിൻ്റെ നിറം നോക്കി റോണിച്ചിട്ട് പച്ച നിറം. അങ്ങനെയാണോ? ഞാൻ ഇതിനെ ഇത്ര അടുത്ത് കണ്ടിട്ടില്ല. വേഗം ആ ഉഷാറായിട്ടങ്ങ് പറന്നു പോയേ. ആ അങ്ങനെ
പൊക്കോടാ പൊക്കോ പറഞ്ഞു നോക്കൂ ഇവിടെ ഞാൻ വല്ലതൊക്കെ തോന്നിക്കല്ലേ എന്നല്ലേ. കൊതുക് ചെല്ലി പൊക്കോ. നനഞ്ഞു വേണ്ട കൊക്കിൻ്റെ ഗ്ലാമർ ഇല്ല. അത് ചിറക് കൊണ്ട് പറക്കാൻ പറ്റാഞ്ഞിട്ടാന്ന് തോന്നുന്നു. കുത്തോ ഇവനെ തൊട്ട കൊത്തിയാ നിങ്ങളെ കൊത്തിയാ? ഇല്ല ഇല്ല ശേഷിയില്ല. ഞാൻ ഒന്നും ചെയ്യണില്ലപ്പാ. ഇല്ലപ്പാ എൻ്റെ അടുത്തോട്ടാണ് വന്നത്. നമ്മുടെ അടുത്തോട്ട് വരുമോ? അടുത്ത ദിവസം വരാൻ വേണ്ടിയിട്ടല്ല കേട്ടോ അടുത്ത് വിടണത് കേട്ടോ. ആ അവിടെ മുട്ടയിട്ട് വെച്ചിട്ടുണ്ടാവേ. പറയാൻ പറ്റില്ല ഇവന്മാർ എന്തൊക്കെ ചെയ്യുന്നു. അപ്പുറത്തോട്ട് ഇറങ്ങി ഞാൻ അവിടെ എങ്ങാനും മുട്ടയിട്ട് കൂട് വെച്ചിട്ടുണ്ടോ? തീറ്റയും കുടിയും ഇവിടെ തന്നെ ആവാന്ന് അപ്പുറത്തേക്ക് ഇറങ്ങിയിട്ടാ. അപ്പുറത്തുനിന്ന് എടുക്കണമെങ്കിൽ ഇത്തിരി പണിയാണ്. അപ്പുറത്തുനിന്ന് എടുക്കണമെങ്കിൽ ഇത്തിരി പണിയാണ്. അത്രയും കിട്ടിയല്ല. അതെന്നാലും എൻ്റെ ഇടയിലോട്ട് കയറിയില്ലേ.